ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ഒരു സ്വഹാബി മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു. ഇഖാമത്ത് കൊടുക്കുമ്പോ ആ സ്വഹാബി പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരത്തിലായി. അങ്ങനെ ആ സ്വഹാബി പള്ളിയിലേക്ക് ഓടി വന്നു, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി. എന്നിട്ട് അയാള് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇമാമും, റസൂലുള്ളാഹി തങ്ങളുടെ പിന്നിൽ അയാള് റുക്കൂഇന് വേണ്ടി പോയി. റുക്കൂ കിട്ടി റക്അത്ത് അയാൾ ഓടി വന്നതാണ്. ഓടി വന്നിട്ട് അയാള് റുക്കൂഇന് നിന്നിട്ട് റസൂലുള്ളാഹി ചെന്നപ്പോ അയാൾ റുക്കൂഇന് നിന്നിട്ട് ചെന്ന് ധരിക്കുക റബ്ബന ലക്കൽ ഹംദു. ഈ സ്വഹാബി എന്തായി? റബ്ബന ലക്കൽ ഹംദു ഹംദൻ ദായിമൻ തയ്യിബൻ മുബാറകൻ. റബ്ബന ലക്കൽ ഹംദു എന്ന് ചെല്ലുന്ന ആ സ്ഥലത്ത് റബ്ബന ലക്കൽ ഹംദു അവിടെ നിർത്താതെ ഹംദൻ ദായിമൻ തയ്യിബൻ മുബാറകൻ ചെല്ലുന്നത് എങ്ങനെയാ? അയാൾ വരുമ്പോ ഓടി വന്നതാ, പക്ഷെ ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ ചെല്ലുമ്പോ കുറച്ച് വർക്കയിൽ അങ്ങനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിസ്കാരത്തിന് സലാം വിട്ടു. ഇത് ബുഖാരിയും മുസ്ലിമുള്ള സ്വഹീഹ് ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ സലാം വിട്ടു. സലാം വീട്ടിയ വാലൻസിന്ന് ചോദിച്ചത് ആരാണത്? റുക്കൂഇല് റബ്ബന ലക്കൽ ഹംദു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹംദൻ ദായിമൻ തയ്യിബൻ മുബാറക എന്ന് ചൊല്ലുന്നത്. ആണെന്താ? റസൂലുള്ളാഹി ചെല്ലാത്തതാ, സ്വഹാബത്ത് ചെല്ലാത്തതാ. ഇപ്പോ പറഞ്ഞെന്താ? നബിദിനം റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് എഴുതിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇത് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു തെളിവാണ്. റസൂലുള്ളാഹി ചെയ്തത് മാത്രമല്ല ഇവിടെ ദീൻ, റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചത് മാത്രമല്ല ഇവിടെ ദീൻ. ആ ഹബീബായ തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തങ്ങൾ തന്നെ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. ഒരാൾ ഇസ്ലാമിൽ ഒരു സുന്നത്തായ ഒരു നല്ല സുന്നത്ത് ഇവിടെ കൊണ്ടുവന്നാൽ ഫലഹു അജ്റുഹാ, ആ സുന്നത്ത് ചെയ്തതിന്റെ കൂലി അയാൾക്കുണ്ട്. വഅജ്റു മൻ അമില ബിഹാ, അത് ആരൊക്കെ ചെയ്തോ ആ ചെയ്തതിന്റെ കൂലി മുഴുവൻ അത് തുടങ്ങിയ ആളുകൾക്ക് കിട്ടുന്ന ഇമാം ബുഖാരിയുടെ ഹദീസാണ്. അപ്പോ ഹബീബായ തങ്ങൾ ചോദിച്ചു, റുക്കൂഇൽ ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു. ഈ സ്വാമി പേടിച്ച് ഒന്നും കൊണ്ടില്ല, മറുപടി പറഞ്ഞില്ല. ചോദ്യാസായില്ലേ? റസൂലുള്ളാഹി പറയാൻ തന്നെ ചെല്ലു. റസൂലുള്ളാഹി തങ്ങൾ പറയാത്ത ഹംദൻ ദായിമൻ തയ്യിബൻ മുബാറക അല്ലെ? രണ്ടാമത് ചോദിച്ചു ആരാണ് പറഞ്ഞത്? ആരുണ്ട്? മൂന്നാമത് ചോദിച്ചു റസൂലുള്ളാഹി പറഞ്ഞു ആ പറഞ്ഞത് നല്ല വിഷയമാണ്, അത് തെറ്റൊന്നുമല്ല, ആരാണ് പറഞ്ഞത് ചോദിച്ചു. അപ്പൊ ആ സ്വാമി പറഞ്ഞു അനയാ റസൂലുള്ളാഹി, ഞാനാണ് പറഞ്ഞ നബിയെ, കാരണം ഞാനിങ്ങനെ ഓടി വന്നതാണ്. ഓടി വരുമ്പോ കുറച്ച് ശബ്ദം ഉയർന്നു പോയി നബിയെ പറയുമ്പോ കുറച്ച് ഇങ്ങനെ ഈ റുക്കൂ കിട്ടിയ സന്തോഷത്തിൽ കുറച്ച് അന്ത കൂടി പോയതാണ്. റുക്കൂ കിട്ടിയില് ഇട്ടിനാകുമ്പോ ഹംദൻ ദായിമൻ തയ്യിബൻ മുബാറക സന്തോഷത്തിൽ ചെല്ലുപോയതാണ്. നബി തങ്ങൾ അയാളോട് പറഞ്ഞതറിയോ, മനുഷ്യ നീ ചെയ്ത അമലെത്ര വലുതാണെന്നറിയോ? നിന്റെ ആ ചെയ്ത അമലും അല്ലാഹുവിലേക്ക് ഉയർത്താൻ വേണ്ടി 12 മലക്കുകൾ പരസ്പരം തർക്കിക്കുന്നത് ഞാൻ കണ്ടു. സയ്യിദുനാ റസൂലുള്ളാഹ് 12 മലക്കുകൾ തർക്കിക്കുകയാണ്. എന്തിനെ? അത് ഞാൻ കൊണ്ടുപോവാ അത്ര വലിയ അമലാണ് നീ ചെയ്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി ചെയ്തിനോ? റസൂലുള്ളാഹി അങ്ങനെയുള്ള ഒരു ദിക്ർ അക്ഷരമായ ഒരു ദിക്ർ അത് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് മഹാനായ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിന്റെ ഇടയിൽ നല്ല രൂപത്തിലുള്ള എക്സ്ട്രാ ദിക്റുകളും പ്രാർത്ഥനകളും കൊണ്ടുവരാം എന്നതിന് ഈ ഹദീസ് തെളിവാണ്. നമ്മുടെ നിസ്കാരത്തിന്റെ ഇടയിലോ ചിലപ്പോ ഖുനൂത്തിലൊക്കെയും വാരിതായ ഖുനൂത്തിന് പുറമെ എക്സ്ട്രാ നമ്മുടെ പലസ്തീനികൾക്ക് വേണ്ടിയുള്ളതുവാ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയതുവാ, ഏതെങ്കിലും മുസീബത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതുവാ പൊതുവെ നടത്തുന്നുണ്ട്. അത് പറയാതെ പറ്റൂല. നല്ല രൂപത്തിൽ വാരിതായ പ്രാർത്ഥനകളും അറബി ദ്വാരകളും ചെയ്യാൻ പറ്റുമെന്നതിന് ഈ ഹദീസ് തെളിവാണ് എന്ന് ഇമാം അസ്ഖലാനി അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ എഴുതി വെച്ചു. എല്ലാം റസൂലുള്ളാഹി ചെയ്തത് മാത്രം എന്നല്ല. നമുക്കറിയാം ഇമാം ബുഖാരി കൂടിയ മറ്റൊരു ഹദീസ്, ഒരു 30 സഹാബത്ത് ഒരു നാട്ടിലേക്ക് യാത്ര പോയി. 30 ആളുകൾ അങ്ങനെ പോയിട്ട് ഒരു നാട്ടിലെത്തിയപ്പോ ഈ സഹാബത്തിന് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, അന്ന് ഹോട്ടൽ സൗകര്യമൊന്നുമില്ല. അപ്പൊ ആ നാട്ടുകാരോട് ഈ സഹാബത്ത് ചോദിച്ചു, നമുക്ക് വെച്ചെന്തെങ്കിലും ഭക്ഷണം തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ ആ നാട്ടുകാർ അത് കൊടുത്തില്ല. അങ്ങനെ ആ സഹാബത്ത് ആ നാട്ടിലിരിക്കുമ്പോഴാണ് ആ നാട്ടിലുള്ള ഏറ്റവും പ്രധാനിയായ ഒരു മനുഷ്യനിക്ക് എന്തോ വിഷമുള്ള സാധനം കഴിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അതിന് വേണ്ട എല്ലാ മരുന്നും ഉണ്ടാക്കി. പക്ഷെ ഒരു മരുന്നും കഴിക്കുന്നില്ല, അയാൾ മരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ ആരും ഈ നാടിന്റെ പ്രധാനിയോട് പറഞ്ഞത്രേ, നമ്മുടെ നാട്ടിൽ മദീനയിൽ നിന്ന് വന്ന കുറച്ച് ആളുകളുണ്ട്, ഒരു വലിയ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവരെ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ടാവും, നമുക്ക് പോയി ചോദിച്ചാലോ?
അവർ വന്ന് സ്വഹാബത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പാമ്പ് കഴിച്ചിട്ട് എന്തോ വിഷമുള്ളത് കഴിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും മരുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, മരുന്നുണ്ട്, അത് അങ്ങനെ പെരുതരാൻ പറ്റുമോ, കാരണം നിങ്ങൾ ചോറ് തരാൻ ആളുകളാണ്, ചോറാണ് വൈകുന്നത്, ചോറ് കൊടുക്കാനാണ് വൈകുന്നത്, ഭക്ഷണം കൊടുക്കണോ, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എന്ത് ഇസ്ലാം? സ്വഹാബത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് മരുന്ന് തരാൻ പറ്റൂല, നമുക്ക് മരുന്ന് തരുന്നുണ്ടെങ്കിൽ കൂലി തരണോ. അപ്പൊ അവർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് കൂലി തരേണ്ടത്? കൂലി തരേണ്ടത് 200 രൂപ 500 പൈസ തന്നാൽ മതിയാ? അല്ല, സ്വഹാബത്ത് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ 30 ആളുണ്ട്, 30 ആൾക്ക് 30 ആട് തരണമോ? ഇതാണ് നമ്മുടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ 30 ആളുണ്ട്, ആ 30 ആളുകൾക്ക് 30 ആട് തന്നാലും ഞാൻ വേണ്ട പണി എടുക്കാറോ? എന്താ നിർവാഹില്ലതാ? ആ 30 ആണെങ്കിൽ 30 ഏതായാലും പണിയെടുക്കോ? അങ്ങനെ ഒരു സാധി ആ വിഷം കഴിക്കപ്പെട്ട ആളെടുത്ത് പോയിട്ട് അയാൾ ചെയ്ത പരിപാടി എന്തറിയോ? അയാൾ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് നല്ല രൂപത്തിൽ ഓതി എന്നിട്ട് അയാളെ ശരീരത്തിൽ ഒന്ന് ഓതി മന്ത്രം, മന്ത്രം ഇതാണ്. അവർ വന്ന് ചോദിച്ചത് തന്നെയാണ് ബുഖാരിയുടെ ഹദീസ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ആളുണ്ടോ എന്നാണ്. 2 കൂലി തരണം, 30 ആളാണ്. അങ്ങനെ പോയി ഫാത്തിഹ ഓതി അയാള് നല്ല ഉഷാറായി. അതാണ് ഫാത്തിഹ, അതാണ് ഫാത്തിഹ. നമ്മൾ സാഹബത്തിന്റെ പോലെ നമ്മൾ പറഞ്ഞ പറ്റുമോ? സാഹബത്ത് മഹാനായ ഇമാം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആരറിയോ? അയാളെ ശത്രുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഖുർആൻ ഓതിയാല് എല്ലാത്തിനും മര്യാദയുണ്ടോ ചോദിച്ചു. എല്ലാത്തിനും മര്യാദയുണ്ട്. ഖാലിദ് കയ്യിൽ ഒരു ഗ്ലാസ് വിഷം കൊടുത്തു, അത് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ആരാണ് ആള്? ഖാലിദ് ഇബ്നു വലീദ്. ഗ്ലാസ് കയ്യിൽ പിടിച്ചു ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അല്ലാഹുവിനെ കേൾപ്പിച്ചുകൊണ്ട് ആ ഗ്ലാസ് അങ്ങനെ കുടിച്ചു. ചെറിയ പാമ്പ് കഴിച്ചിട്ട് അതിന്റെ ചെറിയ പല്ലിലുള്ള വിഷം കയറിയാൽ തന്നെ ഞമ്മ പോയി. അല്ലെ, ഒരു ഗ്ലാസ് മുഴുവൻ വിഷം മഹാനായ ഖാലിദ് ഇബ്നു വലീദ് ബിസ്മില്ലാഹി കുടിച്ചു പോകും. ഒന്നും സംഭവിച്ചില്ല. ഒരു വിഷം നമുക്ക് എന്താ ഇപ്പോ? ഞമ്മ അതേപോലെ ഞമ്മ ചെയ്യുന്ന ബിസ്മില്ലാഹ്. ഞാൻ പറഞ്ഞ ഇന്നത്തെ ദിവസം നെഞ്ചിൽ കൈ വെച്ചിട്ട് ഒരാൾക്ക് നമ്മുടെ സദസ്സിൽ നമ്മുടെ അള്ളാഹ് കബൂലാക്കിയത് പറയാൻ പറ്റുമോ? നമ്മുടെ ഈമാൻ ഇവിടെ, ഓരോ ഈമാൻ ഇവിടെ, എന്നിട്ടാ ഞമ്മ അവരാക്കിന ഓരോ ചെയ്തില്ല, ഓരോ പിടിച്ചില്ല. എന്തൊരു മനുഷ്യന്മാർ, എന്തൊരു കാലാണ്. അതെ, അങ്ങനെ മന്ത്രിച്ച് ബാക്കി വന്നിട്ട് കുതിക്കാമ്പോ ആള് സാറായി 30 ആള് കിട്ടിക്കാമ്പോ സാമത്തിന്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം വന്നു. എന്തിപ്പോ നമ്മോ ഇതിനു മുമ്പ് റസൂൽ തന്നെ ബാക്കി വന്നിട്ട് വന്നിരിച്ചിരുന്നു. ഇതിനു മുമ്പ് റസൂൽ ബാക്കി വന്നിട്ട് ഇങ്ങനെ വിഷം കടിച്ച ആൾക്ക് വന്നിരിച്ചാണ്. സാമത്ത് ചെയ്തത് വിധത്തിന്റെ റസൂൽ ചെയ്തതാ. എന്നിട്ട് കൂലി പറഞ്ഞെന്താ? ഒരാളാണെങ്കിൽ പ്രശ്നമില്ല, 30 ആള് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇതിന്റെ പണി എന്താ? 1 മിനിറ്റിന്റെ പണിയില്ല. ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റുമല്ല, അല്ലെങ്കിൽ കബലിന്റെ അടുത്ത് ഖുർആൻ ജാമ ഓതുന്നുണ്ടല്ലോ. അപ്പൊ ജാമ ഓതുമ്പോ പല നാട്ടിലൊക്കെയും ആദ്യം തന്നെ പൈസ പറയണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിന് മുമ്പ് ഞാൻ ഒരു നാടെന്ന് പറയുന്നില്ല, ഒരു നാട്ടിൽ ഒരാൾ മരിച്ചിട്ടാകുമ്പോ എന്നോട് ഏൽപ്പിച്ച് ജാമ പത്ര ഇടാൻ ആളുണ്ടാക്കുമ്പോ ആള് നിക്ഷേപം ഏൽപ്പിച്ചു. അങ്ങനെ ഞാനൊരു 12 ആൾ ഉണ്ടാക്കി. അതിന് ഒരാൾ ഞാനും കൂടി കൊറോണയുടെ സമയം അങ്ങനെ ഒരാള് ഞാൻ 11 ആള് ഫിക്സാക്കി. എന്നിട്ട് ഓരോന്നും പറഞ്ഞു, കാരണം കൊറോണന്റെ പൈസ ഒന്നില്ലാതെ പണിയില്ലാതെ മാലിന്യങ്ങൾ ശമ്പളം ഇല്ലാതെ വരാനായ സമയം. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചോളൂ പൈസ കിട്ടുമല്ല. ആ പൈസ ഞാൻ റെഡിയാക്കി തരാം ഒരാളെ കണ്ട. എന്നിട്ട് 3 ദിവസം മതി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഒരു സമയത്ത് 2 ആൾ ഓടും, 2 മണിക്കൂർ ഓടും. അങ്ങനെ ഒരു ദിവസത്തിൽ 4 മണിക്കൂർ ഖുർആനുള്ള അങ്ങനെ ഓതിട്ട് ജാമല്ല പൊളിച്ച് എന്റെ കയ്യിൽ അവിടുത്തെ പൈസ ഭയങ്കര സന്തോഷമായി. പൈസ എല്ലാവരും കൊടുത്തു. എനിക്ക് അവരെ നോക്കില്ല, എല്ലാവരും കൊടുത്തു. സാധാരണ അങ്ങനെ ഓതിയാല് ഒരു ദിവസത്തെ ആളുകൾ 1000 രൂപ കണക്ക് വെച്ചിട്ടുണ്ട്. 1000 രൂപ, 1 മണിക്കൂർ 250 മതിയാവും. ഖുർആൻ 250 മതിയാവില്ല. അതായത് ഇത് ഗവൺമെന്റ് നോക്കുമ്പോ 3 ദിവസം ഓതി 1,500 ഒരാൾക്ക് 1500 രൂപ. ഒരു ദിവസത്തിന് 4 മണിക്കൂർ ഓതി 500 രൂപ. കൂലിയൊന്നല്ല, അത് നബിയാണ് പറഞ്ഞതാ. കൂലി ചോദിച്ചു വാങ്ങാൻ ഏറ്റവും തരപ്പെട്ട ഒന്നുണ്ടോ അത് കിതാബുള്ള അള്ളാഹുവിന്റെ ഖുർആനാണ്. ഖുർആൻ ഓതിയ പൈസ ചോദിച്ചു വാങ്ങണം. അതാണ് അതിന്റെ നിയമം. അങ്ങനെയാണ് സയ്യാദീനാണ്. എന്നിട്ട് നമുക്ക് ഭയങ്കര തർക്കം. പൈസ ചോദിക്കുന്നത് ബാക്കിയെണ്ണത്തിന് പൈസ ചോദിക്കുമ്പോ ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കുമ്പോ വേദാന്തില്ല. ഖുർആൻ ഓതി ചോദിക്കുമ്പോ നമുക്ക് പറ്റുന്നില്ല. ഞാൻ പറയുന്നത് എന്താ അറിയോ? ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം, എന്റെ നിലപാട്, ജാമ ഓതുന്നത് ഏതെങ്കിലും ഉസ്താമാരെ കൊണ്ട് ഓദിക്കാനല്ല, കുടുംബക്കാരെ വന്നിട്ട് ഇരുന്നിട്ട് ഓതാം.
കുടുംബങ്ങള് ഉപ്പ മരിച്ചാലും മക്കൾ ഇരുന്ന് ചുമതല അവന്റെ അടുത്ത്. അതാണ് ആത്മാർത്ഥതയുള്ളത്. ഈ ചർച്ചയിലല്ല പൈസ കൊടുക്കണോ ഇത്തരായി കൂടി പറഞ്ഞ് ആളെ മൊബൈൽ നോക്കി ആളെ സംസാരിച്ച് ചർച്ച ഉണ്ടാവും. ഇതാ നമുക്ക് പറ്റുന്നില്ല. നമുക്കൊരു യാസീനോദാനം അറിയില്ല. ഒരു മൂന്നിന്റെ യാസീനോദം ഞമ്മ പോരാട്ടാണ് വെക്കാനും അവര് കളക്കാനും സമ്പത്തിൽ കൊടുക്കാനും ഞമ്മ ഓർഡിനറി ഉസ്താദ് അത് ഉപയോഗിക്ക അത് വളരെയോ അത് ഏതെങ്കിലും പള്ളിക്ക് പോകുന്നതിനും ഭാവം യാസീനോദ ആണെങ്കിൽ പോലും എന്റെ ഉമ്മാക്ക് ഞാനെന്ത് കൊടുത്ത് ഞാനെന്റെ ഉപ്പാക്ക് ഞാനെന്ത് കൊടുത്ത് നമുക്ക് സമയമില്ല. അങ്ങനെ മറ്റുള്ള ആളുകളോട് ബോധിക്കുമ്പോ അവരെ പൊരുത്തം പിടിക്കുന്ന ഒരു അവസ്ഥയും നമ്മുടെ കൂട്ടത്തിലില്ല. ഇതെന്താ? ഇതൊരു ഫാത്തിഹ മാത്രം. 2 മണിക്കൂർ നീന്തല്ല. ഫാത്തിഹ വേണം ഒരു അര മിനിറ്റ്. കൂലി എത്രയാ? 30 ആണ്. ക്ഷാമത്തിന്റെ ഇടയിൽ ചർച്ച വെക്കും. അപ്പോൾ വന്ന് നമ്മ ഇതേതായാലും ഇപ്പൊ നമുക്ക് വിശപ്പല്ലുണ്ട്, തിന്നാനൊന്നുമില്ല, നമ്മ ഇപ്പൊ തിന്നുന്നത് വേണ്ട, നമ്മ മദീനയിൽ പോയിട്ട് റസൂലുള്ളാഹി തങ്ങളോട് മസാല ചോദിച്ചിട്ട് നമുക്ക് പിന്നെ വേണ്ട പോലെ ആക്കാൻ തുടങ്ങും. അങ്ങനെ ക്ഷാമത്ത് പോയി മദീനയിൽ പോയി റസൂലുള്ളാഹി തങ്ങളോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ച് ഇങ്ങനെ മന്ത്രിച്ച് കൂലി ചോദിച്ച് 30 ആണ്. അപ്പൊ അഭിമാനങ്ങൾ പറഞ്ഞു അത് ഹലാലുള്ള നിങ്ങൾക്ക് ഹലാലാണ് തിന്നോട്ടോ. ആ ആള് നിങ്ങൾക്ക് ഹലാലാണ്, അത് നിങ്ങൾ തിന്നോളി, അതിനൊരു ബേജാറ് വേണ്ട. ആരാ? സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതാണ് ദീന് പറഞ്ഞാൽ. ദീനിൽ നല്ലതുണ്ട്. അങ്ങനെ നോക്കിയാൽ ഇന്ന് നമുക്ക് എന്തോ ഞങ്ങൾ പള്ളി വെക്കും. ക്ഷാമത്തിന്റെ കാലത്ത് ഇങ്ങനത്തെ പള്ളിയില്ല. ഈ മിഹ്റാബ് പണ്ട് മദീനത്തെ പള്ളിയിൽ പോയ ആളുകൾ കാണാം. അങ്ങനത്തെ മിഹ്റാബുണ്ട് മദീനത്തെ പള്ളി. ഇപ്പോട്ടെ അടുത്ത ആ സ്ഥലം ഉണ്ടായിപ്പോ അവിടുത്തെ മിമ്പറുണ്ട്. മിമ്പറിന്റെ ഇങ്ങനത്തെ മിഹ്റാബുണ്ട. റസൂലുള്ളാഹിന്റെ കാലത്ത് മിഹ്റാബുണ്ട. റസൂലുള്ളാഹിന്റെ കാലത്ത് ഈ കാർപ്പെറ്റില്ല. ഇങ്ങനത്തെ സംവിധാനങ്ങളുണ്ട. ഇതൊക്കെ മാറിയില്ല എന്നാരും പറയുന്നുണ്ട. ഇല്ല. ഒരു പള്ളി പോയാൽ കാസർഗോഡ് ഞാൻ പാലക്കാട് എന്നൊരു പള്ളിക്ക് പോയി സാറ് എന്ത് പള്ളി സ്വർഗമോ സ്വർഗമോ വെള്ളിയാഴ്ച ഉസ്താദ് പാലക്കാട് معاشر المسلمين رحمكم الله الجمعة حج الفقراء والمساكين وعيد للمؤمنين الخطبة يقوم مقام ركعتين من الفرض روى البخاري ومسلم عن ابي هريرة رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم إذا صعد الخطيب على المنبر فلا يتكلمن أحد ومن تكلم فقد لغى ومن لغى فلا صواب جمعة له. ഇത് ഹദീസിന്റെ അപ്പുറത്തുണ്ട്. ജുമാ ഖുതുബ ഓതുന്ന സമയത്ത് നിങ്ങൾ കല്ലുകൊണ്ട് കളിക്കരുത്. കല്ല് ചരക്കല്ലുകൊണ്ട് നിങ്ങൾ കളിക്കാൻ പാടില്ല. ബുഖാരി പോലെ അറിയില്ല. എന്തിനാണ് പറഞ്ഞാലോ? പണ്ടത്തെ സ്വഹാബത്തിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അന്ന് പായയില്ല, അന്ന് കാർപ്പിറ്റില്ല, അന്ന് മുസല്ലയില്ല, ഭൂമിയിൽ ഇരുന്നിട്ട് നിഷ്കരിക്കാം. അപ്പൊ അവിടെ ഒരു മുടി എന്തുണ്ടാവും? ചെറിയ കല്ലെന്നുണ്ടാവും. ആ സ്വഹാബത്തിൽ ചില ആളുകൾ ആ കല്ലിങ്ങനെ നമുക്ക് അങ്ങനല്ലേ. അപ്പൊ ഇപ്പൊ കല്ലെന്നല്ല, ഒന്നും കിട്ടാതെ ഇപ്പൊ ഇങ്ങനെ മുകളിലെടുത്തിട്ട് ഇങ്ങനെ കളിച്ചിട്ട് പോകും. ഇപ്പൊ നോക്കിയാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അസം നിസ്കാരത്തിനിടെ മുക്കിൽ സ്ഥാനം വാതിൽ സ്ഥാനം പള്ളിക്ക് വരുന്ന നോക്കി തന്നെ വഴി അത് മുകളിലെടുത്തിട്ട് പത്തിരുന്നത്. ജുമാക്കിന്റെ കുത്തം ഇങ്ങനെ കേൾക്കുമ്പോ ഇതിങ്ങനെ പണിയായി പറഞ്ഞു മുകളിലെടുത്തിട്ട് മുണ്ടാണിരിക്കുമ്പോൾ പണിയ. അവ സ്വാമത്തന രീതിയിൽ നേരെ ഉപകരിപ്പിച്ചതല്ല. പിന്നെ കല്ലിങ്ങനെ കളിച്ചു അഭിമാനങ്ങൾ പറഞ്ഞു പാടില്ല. അപ്പൊ ഇതെന്താ? സ്വഹാബത്തിന്റെ കാലത്തിലുള്ള പള്ളി എന്താ? നമ്മുടെ കാലത്തിലുള്ള പള്ളി എന്താ? എത്ര റസൂലുള്ളാഹിന്റെ കാലത്ത് മദ്രസ ഉണ്ടാ? തോടുള്ള മദ്രസ എത്ര നിങ്ങളുടെ പഠിച്ചിട്ടുണ്ട്? വിധത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളി ഉണ്ടാ? മദ്രസ ഉണ്ടാ? പള്ളി ദർശിച്ചിട്ടുണ്ട്. പള്ളി ഉള്ള പള്ളി ദർശിപ്പ ഇല്ല, ഇല്ലാത്ത മദ്രസയ്ക്കുണ്ട്. അത് പാടുണ്ടോ? പാടുണ്ടോ? അതെന്താ? അത് ബിദഅത്തുൽ ഹസനയാണ്. അതുപോലെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന മക്കളുടെ പരിപാടി. അതിന് ഭക്ഷണം കൊടുക്കലും, അതിന് മധുരമാടലും, സ്വലാത്ത് ചൊല്ലലും, അസറുകളാണലും, അത് ഗാനപോലും, ഇതൊക്കെയും ബിദഅത്തുൽ ഹസനയാണ്. നബിതങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താനല്ല. നമുക്കറിയോ, ഇബ്ലീസ് ജീവിതത്തിൽ ഏറ്റവും കരഞ്ഞ ഒരു ദിവസമുണ്ട്. അത് ഏതാ? റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ പിറന്നു വീഴുന്ന സമയമായിരുന്നു. ഇവിടെ പിറന്നു റസൂലുള്ളാഹി തങ്ങൾ ആമിന ഉമ്മ പ്രസവിച്ചപ്പോ ശൈത്താൻ കരഞ്ഞ ഏറ്റവും വലിയ സമയമാണ്. അവനിപ്പോ ആ ശൈത്താന്റെ അനുയായികൾക്കും ആ സമയം ഉണ്ടാകുമ്പോ വലിയ ദുഃഖം ഉണ്ടാവും, ഒരു ബേജാറുണ്ടാവും. ഇതിപ്പോ എന്തായി ഇടപെട്ടു. ഇന്നിപ്പോ രാവിലെ ഫിജിയിലുള്ള എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു, ഒരു ശതാബ്ദിയ അവിടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാനം കൂടിയാണ്. അപ്പോ അയാൾ പറഞ്ഞു, ഇനി 4 ദിവസം ചൊവ്വാഴ്ച വരെ ഇവിടെ ഗവൺമെന്റ് ഫിജി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ഗവൺമെന്റ് എന്നല്ല, നസാനികളുടെ ഒരു രാഷ്ട്രമാണ്. അവിടെ 4 ദിവസം ലീവാണ്. ചുറ്റി അത് കിട്ടിയ മീനാദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ലീവാണ്. ആ സഹാബി പറഞ്ഞു, ഇവിടെ പെരുന്നാളിന് പോലും ലീവില്ല, 2 പെരുന്നാൾക്ക് പോലും ഇവിടെ ലീവില്ല. പക്ഷെ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം വരുമ്പോ ഇവിടെ രാജ്യത്തിന്റെ പ്രത്യേകമായ അനുമോദന പ്രകാരം
സിറ്റികളിൽ മുഴുവനും മീലാദ് നബിയുടെ വലിയ വലിയ ഫ്ലക്സുകൾ ജമാഅത്ത് കമ്മിറ്റിയല്ല, അവിടുത്തെ രാജ്യത്തിന്റെ അധികാരികൾ നിയമിച്ചിട്ട് വളരെ സുന്ദരമായി നാട് മുഴുവനും അലങ്കരിച്ചു കഴിഞ്ഞോണ്ടാണ്. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ, ആ നബിതങ്ങളുടെ അത് പറഞ്ഞില്ലെങ്കിൽ, ആ നബിതങ്ങളുടെ മീലാദ് കൊണ്ട് നമുക്ക് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരം. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. അള്ളാഹു തആല ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് അവസാനം മരിക്കുമ്പോ, അതുപോലെ ഖബറിൽ കിടക്കുമ്പോ, നാളെ ആഖിറത്തിൽ എത്തുമ്പോ, നാളെ സിറാത്ത് പാലത്തിലൂടെ കടക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ ഹബീബായ തങ്ങളുടെ ഇടപെടൽ കൊണ്ട്, അവിടുത്തെ ശഫാഅത്ത് കൊണ്ട്, അവിടുത്തെ ദുആ കൊണ്ട് നമുക്കെല്ലാം അള്ളാഹു പരിപൂർണ്ണ വിജയവും സലാമത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫാ മുഹമ്മദിൻ ഫാത്തിഹ. റബ്ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.